തിരുവാതിര ഉത്സവം 2026 ഫെബ്രുവരി 8. ഇനിയിപ്പോ ഉത്സവങ്ങളുടെ കാലമാണല്ലോ. മേജർ സെറ്റ് കഥകളി. കഥകളിയൊക്കെ തിരിച്ചു വരണം. കാരണം അന്യം നിന്ന കലാരൂപങ്ങളൊക്കെ പൊതുവേദികളിലേക്കൊക്കെ വരണ്ടേ. രണ്ടും കൂടെ അവിടെ കളിക്കുന്നതൊക്കെ കൊള്ളാം. അപ്പോ ബാല വീഴും. നീ ആ പെണ്ണിനെ തള്ളിയിടാനായിട്ട് നടക്കുക. വീണ് എവിടെങ്കിലും എന്തെങ്കിലും കയ്യോ കാലോ ഒക്കെ ഒടിയും. ഞാൻ ഇപ്പോഴേ പറയുക, മര്യാദയ്ക്ക് അടങ്ങിയിരുന്നു. നീ എങ്ങനെ ആ പെണ്ണിനെ തള്ളിയിടാൻ നോക്കിയിരിക്കുക. ഞാൻ അന്നേരെ പറഞ്ഞു വീഴും 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 വീഴുമെന്ന്. എണീക്കെ. എന്താ പറ്റി? എഴുന്നേക്ക് കുഞ്ഞെ. നോക്കട്ടെ, സാരമില്ല. പോട്ടെ. ആരെ തള്ളിയിട്ടെ? മുറിഞ്ഞോ? അപ്പോ എടാ അപ്പോ കരണ്ട. അപ്പോ നീ എന്തിനാ കുഞ്ഞിനെ തള്ളിയിട്ടെ? കൊള്ളത്തരം പറഞ്ഞ ഓട്ടിച്ച് നീ അല്ലെങ്കിൽ നീ ഏക്കത്തില്ലല്ലോ. കൊച്ചിനെ ഇങ്ങനെ ഉപദ്രവിക്കുന്നടാ. നീ എന്തിനാണ് ഈ കൊച്ചിനെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? നീ അതേ പറയൂ. നീ എങ്ങനെ ഈ കൊച്ചിനെ ഉപദ്രവിക്കാന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നീ. കരയണ്ട മോളെ, കരയണ്ട മോള് കരയണ്ട. പറ്റിയില്ലല്ലോ മോളെ. അവനോട് കളിക്കണം. മോളെ തള്ളിയിടാനായിട്ട് മോളകത്ത് പോവാ. എന്തോ ഉണ്ടെന്ന് നോക്കി നടക്കുവാ കൊച്ചിനെ തള്ളിയിടാന്. പോ മോള് കയറിപ്പോ. പറ മോനെ, എന്തുവാ? ഞാനൊരു കാര്യം നോക്കെടാ കുഞ്ഞെ, ഒരു പറ. ഇതാരാ ഉണ്ടാക്കിയേ? ഹലോ. രാജേഷേ പറ. അയ്യോ അത് ശരി. അയ്യോ എടാ ഒരു കാര്യം ഫോൺ ചെയ്തോണ്ടിരിക്കുന്ന കാണാൻ വയ്യായോ? നീ എപ്പുറത്തെങ്ങനെ പോയ? അല്ലെ അമ്മ എടുത്തെങ്ങനെ പോ. പറ. എടാ ശരി. ഓക്കേടാ. ഓക്കെ. ഇത് കൊള്ളാമല്ലോ. അടിപൊളി. നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ. ഇനിയും ചെയ്യണം കേട്ടോ. ഓക്കെ. അത് മോള് ഇതും കൊണ്ട് വന്ന. എടാ അത് എന്താന്ന് വെച്ചാലേ മോളൊരു സുഡോക്കു കൊക്കിനെ ഉണ്ടായിക്കൊണ്ട് വന്ന. നന്നായിട്ട് ചെയ്തവളെ. അപ്പൊ അത് നോക്കിയതാ. അവള് നന്നായിട്ട് പേപ്പറിനകത്ത് ഉണ്ടായിക്കൊണ്ട് വന്ന. അപ്പൊ അന്നേരം വന്നപ്പോ കോള് കട്ടായതാ. ഓക്കെ. പ്രത്യേകിച്ചൊന്നുമില്ല. എന്നാ ശരി, പിന്നെ വിളിക്കാം. ഓക്കെ ശരി. മാറേ. അങ്ങോട്ടല്ലേ കയറുന്നേ? അങ്ങോട്ടല്ലേ പരിക്കാത്തോട്ടല്ലേ കയറി വരുന്നേ? അതുകൊണ്ട് കേക്ക്. അതവള് നോക്കട്ടെ കുഞ്ഞെ, എന്തുവാന്നേ. അതവിടെ കൊടുക്കേ. അതിനകത്ത് അൽബൂരിയും ഫ്രൂട്ടിയും ബിസ്ക്കറ്റും ഉണ്ട്. രണ്ടുപേരുടെ കഴിക്കണം കേട്ടോ. ഇതിപ്പോ ഇത് തിന്നാ പോരെ. ഇത്ര എന്നാ മേടിച്ചോണ്ട് വരാം. ഉള്ളത് തിന്നാ മതി അങ്ങോട്ട്. അതിനകത്ത് ബിസ്ക്കറ്റ്. നിനക്കിത് വേണോ? നിനക്കിത് വേണമെങ്കിൽ നീ തിന്നെ. മോളത് പോകുമ്പോൾ അത് കൊണ്ടുവയ്ക്കുക. ഞാൻ പോയി മേടിച്ചോണ്ട് വരാം. എന്നും ഇതേ ഉള്ളൂ നിന്റെ അച്ഛന് നിന്നെ വഴക്ക് പറയാന്. എന്താ ഇഷ്ടമല്ലാത്തത്? എല്ലാത്തിനും ബാലയോ? അവള് കുഞ്ഞല്ലയോ, അതുകൊണ്ടായിരിക്കും.
ഒറ്റപ്പെടുത്തൊന്നുമില്ല. എന്തോ ഒറ്റപ്പെടുത്തുന്നേ? അച്ഛന് മക്കൾ രണ്ടുപേരും ഒരുപോലെ അല്ല ഉള്ളു, പിന്നെന്തോ ഒറ്റപ്പെടുത്തുന്നേ? കപ്പലിന്റെ വാങ്ങിച്ചു കൊടുക്കും. ഞാൻ ഇച്ചിരി കാഡ്ബറീസ് വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞപ്പോ എന്തോ കാഡ്ബറീസോ? ചോക്ലേറ്റ്. നിനക്കല്ലയോ അലമാരി ഇല്ല, ഫ്രിഡ്ജിനകത്ത് ഇഷ്ടം പോലെ ചോക്ലേറ്റ് ഇരിക്കുന്നേ. നീ അത് കയറി ഇറങ്ങി തിന്നൂല്ലയോ? അതിനോട് പറഞ്ഞപ്പോ എന്താ പറഞ്ഞറിയാവോ? വേണം ഉള്ളത് തിന്നാൻ. അതാ അവിടെയകത്ത് ഇരിപ്പുണ്ട്, അതുകൊണ്ടല്ലയോ പറഞ്ഞത് ഉള്ളത് തിന്നാനേ. അതല്ല പറഞ്ഞതുള്ളത്. വാല് പറയുന്ന അപ്പാപ്പ വാങ്ങിച്ചോണ്ട് കൊടുക്കും. അതൊന്നും നിനക്ക് തോന്നുവാ? ഇങ്ങനെയാണെങ്കിൽ അച്ഛൻ അവളെ കൂടുതലായിട്ട് സ്നേഹിക്കുവാണെങ്കിൽ അമ്മ മോളെപ്പറ്റ ഞങ്ങൾക്ക് പണി ഞാൻ കൊടുക്കും. അയ്യോ എന്റെ മോൻ ഒരിക്കലും അല്ല, ഒരിക്കലും ചെയ്യരുത്. ഇങ്ങ് വന്നേ പറയട്ടെ, അമ്മമ്മ പറയട്ടെ. അപ്പോ ഇങ്ങ് വന്നേ മോനെ, മോൻ അങ്ങോട്ട് പോവല്ലേ. ഇനി ആ ചെറുക്കൻ പോയി വല്ലതും ഒപ്പിച്ചു നോക്കൂ, ആ പെണ്ണിനെ വല്ലതും ചെയ്യൂ. എടാ നീ എന്തിനാടാ എപ്പോഴും അവനെ വഴക്ക് പറയുന്നത്? എന്തോ മനസ്സിലായില്ല. അപ്പു എന്റെ അടുത്ത് ഇപ്പൊ ഓടി വന്ന് അവൻ കരഞ്ഞോണ്ട് പറഞ്ഞു എല്ലാത്തിനും അവനെ വഴക്ക് പറയുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുവാന്ന്. ഒറ്റപ്പെടുത്തുന്ന വെച്ചാൽ ബാല എന്ത് പറഞ്ഞാലും നീ ഒന്നും പറയത്തില്ല. ബാല അവനെ അടിക്കുമ്പോഴൊന്നും പറയത്തില്ല. പിന്നെ ബാല അതേസമയം അവൻ എന്ത് ചെയ്താലും പിന്നെ അവനെ അടിക്കും. അവള് കുഞ്ഞല്ലേ, അവന് ഇച്ചിരി കുഞ്ഞാന്ന് വിചാരിച്ച് അവന് എന്റെ മനസ്സിൽ അങ്ങനെയാന്നോ? ഒരാളെ അടിക്കുന്നു, ഒരാളെ അടിക്കുന്നില്ല. അങ്ങനെ വരുമ്പോ അവന് വിഷമം വരത്തില്ലയോ? നീ ഒന്നും ഉദ്ദേശിച്ചല്ലെങ്കിൽ പോലും അവന്റെ മനസ്സിൽ അതാ. അവളെ നിനക്ക് വലിയ കാര്യമാണ്. അവന് എപ്പോഴും ദേഷ്യപ്പെടുകയോ അടിക്കുകയും ചെയ്യും. അവിടെ വന്ന് പറഞ്ഞത് അവളോട് എന്തെങ്കിലും ചോദിക്കുകയോ പറയുകയോ ചെയ്യുമ്പം അവള് വാവെക്കും. അന്നേരം അച്ഛൻ വന്ന് അവനെ അടിക്കും. തിരിച്ച് അവൾ അവനെ എന്തെങ്കിലും ചെയ്താൽ അവൻ കരഞ്ഞാലും അവളെ ഒന്നും ചെയ്യത്തില്ല. അതാ പറഞ്ഞു. അത്രയൊക്കെ പരാതി അവിടെ വന്ന് പറഞ്ഞു. ഞാനിതൊന്നും മനസ്സിൽ കണ്ടുകൊണ്ടല്ല. ഞാൻ പറഞ്ഞു ഞാൻ എന്തെങ്കിലും നിങ്ങൾക്ക് തരുന്നു, അപ്പൊ അവര് പറയത്തില്ലയോ അമ്മൂമ്മയ്ക്ക് അവനോടാ സ്നേഹം, കൂടുതൽ കൊടുക്കുന്നു, വേണ്ടുന്നൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നു എന്ന്. അതുപോലെയുള്ളെന്ന് പറഞ്ഞു ഞാൻ. അപ്പൊ അവനത് വിശ്വാസം വരുന്നില്ല. അതുകൊണ്ട് ഇനി നീയെ ആ രണ്ടുപേരെയും രണ്ട് രീതിയിൽ കാണാതെ നല്ല രീതിയിൽ രണ്ടുപേരെ ഒരുപോലെ കാണാൻ ശ്രമിക്കുക. മക്കൾ ഇനി ആണായാലും പെണ്ണായാലും അവര് രണ്ടുപേരെയും ഒരുപോലെ കൊടുക്കുകയും ഒരുപോലെ സ്നേഹിക്കുകയും ചെയ്യുക. അപ്പൊ ഒരാൾക്ക് തോന്നരുത് മറ്റേയാളെ സ്നേഹിക്കുന്നതെന്നും. അങ്ങനെ പക്ഷഭേദം ഇല്ലാതെ രണ്ടുപേരെയും നല്ലപോലെ സ്നേഹിക്കുക. അപ്പൊ അവന് ആ സങ്കടം അങ്ങ് മാറും. ഞാൻ ഇതുവരെ ആ ഒരു ചിന്തകളൊന്നും അത് എനിക്കറിയാം. പക്ഷെ അവനത് ചിന്തിക്കണ്ടേ? എനിക്കറിയാമല്ലോ. എന്തോ മേടിച്ചോണ്ട് വന്നാലും അവർക്ക് തുല്യമായിട്ടും അവരുടെ ഇഷ്ടാനുസരണം എടുത്ത് കഴിക്കുന്നതെന്നും എല്ലാം എനിക്കറിയാം. പക്ഷെ അവനിങ്ങനല്ലേ പറയുന്നേ? അത് നീ അടിക്കുന്നുണ്ടാ? അപ്പൊ ആ ചിന്തകൾ അവന്റെ മനസ്സിൽ വളരെ തിരമാലകൾ മനസ്സിൽ ഉണ്ട്. പറഞ്ഞത് പറഞ്ഞത് കൊണ്ടെന്നല്ല അവൻ പറയുന്നത്. അവൻ എപ്പോഴും പറയത്തില്ല അച്ഛനെ പിന്നെ അവനെ ഇഷ്ടമല്ല, പൂനെ ഇഷ്ടം, അയ്യോ ബാലയെ ഇഷ്ടം, ബാലയെ ഇഷ്ടം. ചെറുക്കനിനി വെച്ചിട്ട് ഇനി പെണ്ണിനെ വല്ലതും ചെയ്തു കാണിക്കൂല്ലോ? അതൊന്നുമില്ല, അവനെ വെച്ചേക്കത്തില്ലെന്നാ പറഞ്ഞു. അങ്ങനൊന്നും ചെയ്യല്ലേന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവനെ വിളിച്ചു പറയാ, ഒരു കാര്യവും രണ്ടുപേരും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല, രണ്ടുപേരെ ഒരേപോലെ സ്നേഹിക്കുന്നേന്ന് പറഞ്ഞു. കാരണം അതുകൊണ്ട് നമ്മൾ അറിയാതെ ചെയ്യുന്ന പല കാര്യങ്ങളും കുട്ടികൾ വലിയ വലിയ വിഷയങ്ങൾ സൃഷ്ടിച്ചേക്കാം. അത് ഞാൻ ശ്രദ്ധിച്ചോളാം. പറഞ്ഞോ. ആഹാ, അടിപൊളി, സൂപ്പർ, നന്നായിട്ട് വരച്ചു കേട്ടോ. നല്ല പടമാണേ. ഇനി ഡ്രോയിങ് ബുക്ക് മേടിച്ചു തരാം, കളർ മേടിച്ചു തരാം. ഇതുപോലുള്ള ചിത്രങ്ങളെല്ലാം അതിൽ വരയ്ക്കണം. എല്ലാ മത്സരങ്ങളിലും പങ്കെടുക്കണം, സമ്മാനം മേടിക്കണം കേട്ടോ. മിടുക്കന കേട്ടോ. വാ ഇവിടെ ഇരി. കേട്ടോ. ഇതുപോലെ എല്ലാ കാര്യങ്ങളിലും സമ്മാനമൊക്കെ വരച്ച് സമ്മാനങ്ങളൊക്കെ മേടിക്കണം. രണ്ടുപേരും നല്ല മിടുക്കരായിട്ട് കേട്ടോ. പന്ത് കളിക്കച്ചിരി തരാം. ഡാൻസ് അറിയാമല്ലോ, ഒരു ഡാൻസ് കളിച്ചാലോ? പന്ത് കളിക്കാം.